ഹലോ. ബിഗ് ബോസ് സീസൺ 6 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച വരുന്നുണ്ട്, ഒരുപാട് മാറ്ററിൽ ചർച്ച വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലൊന്നും സംസാരിക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗെയിം ട്രേറ്റ്സ് ഇതൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോ ആണ്. അപ്പോ ഈ ഒരു ഷോയിൽ വന്നിട്ട് നമ്മൾ ഒരാളുടെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ഒരു ആവശ്യകത ഇവിടെ വരുന്നില്ല. അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് ശരണീച്ചയുടെ വസ്ത്രധാരണം കുടുംബ പ്രേക്ഷകരെ കാണേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇതിപ്പം ആ ഒരു ഷോന്റെ ഫോർമാറ്റിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പറ്റുന്നില്ല എങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് അയക്കുന്നത്, പിന്നെ അവിടെ ടെക്നിക്കൽ ക്രൂ ഇത് റിവ്യൂ കൂടെ ചെയ്തിട്ടാണ് അവരും വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഈ ഡ്രസ്സ് അയക്കുന്നത്. അപ്പൊ ഈ ഷോന് പറ്റാത്ത അല്ലെങ്കിൽ ഈ ഷോന് ആപ്റ്റ് അല്ലാത്ത ഒരു ഡ്രസ്സ് ആണെങ്കിൽ അവരും ഇത് അയച്ചു തരുന്നില്ലല്ലോ. അപ്പൊ ഇതൊന്നും അല്ല മാറ്റർ ആക്ച്വലി. ഒരാൾ എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ എന്ത് കഴിക്കുന്നു, ഇതൊന്നും അല്ല നമ്മൾ ഈ ഒരു ഷോയിൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ ഇതൊന്നും ഒരു മാറ്ററായിട്ട് എടുക്കാണ്ടിരിക്കുക. പിന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. കാരണം ഇപ്പോ പലരും സീസണിൽ നമ്മൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവരെ പേഴ്സണലായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതല്ലാതെ അവിടെ അല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, നല്ല നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതിനൊക്കെ ഉണ്ട് ഒരു അവസരമുണ്ട്. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാന്നുള്ളതുള്ളൂ. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ. ഹലോ. ബിഗ് ബോസ് സീസൺ 6 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച വരുന്നുണ്ട്, ഒരുപാട് മാറ്ററിൽ ചർച്ച വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലൊന്നും സംസാരിക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗെയിം ട്രേറ്റ്സ് ഇതൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോ ആണ്. അപ്പോ ഈ ഒരു ഷോയിൽ വന്നിട്ട് നമ്മൾ ഒരാളുടെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ഒരു ആവശ്യകത ഇവിടെ വരുന്നില്ല. അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് ശരണീച്ചയുടെ വസ്ത്രധാരണം കുടുംബ പ്രേക്ഷകരെ കാണേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇതിപ്പം ആ ഒരു ഷോന്റെ ഫോർമാറ്റിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പറ്റുന്നില്ല എങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് അയക്കുന്നത്, പിന്നെ അവിടെ ടെക്നിക്കൽ ക്രൂ ഇത് റിവ്യൂ കൂടെ ചെയ്തിട്ടാണ് അവരും വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഈ ഡ്രസ്സ് അയക്കുന്നത്. അപ്പൊ ഈ ഷോന് പറ്റാത്ത അല്ലെങ്കിൽ ഈ ഷോന് ആപ്റ്റ് അല്ലാത്ത ഒരു ഡ്രസ്സ് ആണെങ്കിൽ അവരും ഇത് അയച്ചു തരുന്നില്ലല്ലോ. അപ്പൊ ഇതൊന്നും അല്ല മാറ്റർ ആക്ച്വലി. ഒരാൾ എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ എന്ത് കഴിക്കുന്നു, ഇതൊന്നും അല്ല നമ്മൾ ഈ ഒരു ഷോയിൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ ഇതൊന്നും ഒരു മാറ്ററായിട്ട് എടുക്കാണ്ടിരിക്കുക. പിന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. കാരണം ഇപ്പോ പലരും സീസണിൽ നമ്മൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവരെ പേഴ്സണലായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതല്ലാതെ അവിടെ അല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, നല്ല നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതിനൊക്കെ ഉണ്ട് ഒരു അവസരമുണ്ട്. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാന്നുള്ളതുള്ളൂ. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.